അണുബോംബ് വിസ്ഫോടനത്തിന്റെ നടുക്കുന്ന ഓർമ്മയിൽ ഇന്ന് ഹിരോഷിമ ദിനം. ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിലാണ് ഒരു ദേശത്തെ മുഴുവൻ തുടച്ചു നീക്കാൻ പ്രാപ്തിയുള്ള ആണവായുധം ആദ്യമായി വർഷിക്കുന്നത്. അതിഭയാനകമായ സംഹാര ശക്തിയുടെ ആദ്യത്തെ ഇരകളാണ് ഹിരോഷിമയിലെ ജനത. 80 വർഷങ്ങൾക്ക് ശേഷവും ആ ദിവസം ലോകത്തെ ആകെ നടുക്കുന്ന ഓർമ്മയായി അവശേഷിക്കുന്നു. 80 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ഓഗസ്റ്റ് 6 ജപ്പാൻ സമയം രാവിലെ 8:15 ലോകം നടുങ്ങിയ ആ സംഭവം നടന്നത്. ഘടികാരങ്ങൾ നിലച്ചുപോയ നേരം എന്ന് ചരിത്രം അടയാളപ്പെടുത്തിയ സമയം. അമേരിക്കയുടെ എനോള ഗേ B-29 ബോംബർ വിമാനത്തിൽ നിന്ന് ഹിരോഷിമയുടെ മുകളിലേക്ക് താഴ്ന്നിറങ്ങിയ ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബിൽ നിന്ന് ആളിക്കത്തിയ അഗ്നിഗോളം 370 മീറ്റർ ഉയരത്തേക്ക് ജ്വലിച്ചുയർന്നു. 1000 സൂര്യന്മാർ ഒന്നിച്ചു പൊട്ടിച്ചിതറിയതുപോലെ. അന്തരീക്ഷോഷ്മാവ് 4000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. ഹിരോഷിമയാകെ വെന്തുരുകി. നഗരത്തിനരികിലൂടെ ഒഴുകുന്ന ഓഹിയോ നദി തിളച്ചു മറിഞ്ഞു. ചൂട് സഹിക്കാനാവാതെ നദിയിലേക്ക് എടുത്തു ചാടിയവർ വെള്ളത്തിൽ കിടന്ന് വെന്തു മരിച്ചു. മാനവ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ കൂട്ടക്കൊല. ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും അമേരിക്ക അണുബോംബിട്ടു. ഫാറ്റ്മാൻ എന്ന് പേരിട്ട ബോംബ് കൊന്നൊടുക്കിയത് 40,000 പേരെ. അവിടെയും ജീവനോടെ ബാക്കിയായവർ ദശകങ്ങളോളം മരണത്തോടും ജീവിതത്തോടും മല്ലിട്ടു. ഹിരോഷിമയും നാഗസാക്കിയും ജപ്പാന്റെ മാത്രം ഓർമ്മയല്ല, ലോകത്തിന്റെ ആകെ തീരാ ദുഃഖമാണ്. ആറ്റം ബോംബ് ആക്രമണത്തെ അതിജീവിച്ച ഹിരോഷിമ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ഹാളിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 6 ജപ്പാന്റെ മനസ്സ് ഒന്നിച്ചു കൂടും. ഹിരോഷിമ പീസ് മെമ്മോറിയൽ എന്ന പേരിൽ സംരക്ഷിക്കപ്പെടുന്ന ആ ഇരുമ്പ് മകുടം ഇന്ന് ലോക പൈതൃക കേന്ദ്രമാണ്. ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള വിശിഷ്ട അതിഥികളും അവിടെ അവർക്കൊപ്പം പങ്കുചേരും. ഇനിയൊരു ലോകയുദ്ധം ഉണ്ടാകരുതെന്ന പ്രാർത്ഥനയോടെ അവർ പീസ് മെമ്മോറിയലിൽ തല കുനിച്ചു നിൽക്കും.